ആണ് ആനിടഞ്ഞത്. സമീപത്തെ സ്കൂൾ ഗേറ്റ് എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച മധ്യവയസ്കന്റെ കാലിലൂടെ കമ്പി തുളഞ്ഞു കയറി ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി പേർക്ക് തിക്കിലും തിരക്കിലും പെട്ട് വീണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നേർച്ചയ്ക്ക് സമാപനം കുറിച്ച് നടന്ന ഗജസംഗമം കഴിഞ്ഞ് തിരികെ പോവുകയായിരുന്ന ആനകളിൽ ഒന്നാണ് ഇടഞ്ഞോടിയത്. പരിഭ്രാന്തിയിലായ ജനക്കൂട്ടം ഓടി രക്ഷപ്പെടുന്നതിനിടെ പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിന്റെ ഗേറ്റ് എടുത്തു ചാടിയ മധ്യവയസ്കനാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, പട്ടാമ്പി നേർച്ചയുടെ അവസാന ദിവസമായ ഇന്നും ഈ ആന ഇടയുന്ന സാഹചര്യമുണ്ടായി. സമീപത്തെ സ്കൂൾ ഗേറ്റ് എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച മധ്യവയസ്കന്റെ കാലിലൂടെ കമ്പി തുളഞ്ഞു കയറി ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഒരു ഗേറ്റിനോട് ചേർന്നാണ് ആന നിൽക്കുന്നത്. ഓടുന്നതിനിടെ ഇദ്ദേഹത്തിന്റെ കാല് ഈ ഗേറ്റിന്റെ മുകളിൽ അകപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഈ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇദ്ദേഹത്തിന്റെ കാലിലൂടെ കമ്പി തുളഞ്ഞു കയറിയത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് നേർച്ചയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന ഗജസംഗമം കഴിഞ്ഞ് തിരിക്കുകയായിരുന്ന ആനകളിൽ ഒന്നാണ് പെട്ടെന്ന് ഇടഞ്ഞോടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ കാല് കുരുങ്ങി അത് പുറത്തെടുക്കാൻ ആളുകൾ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പരിഭ്രാന്തിയിലായ ജനക്കൂട്ടം ഓടി രക്ഷപ്പെടുന്നതിനിടെ പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിന്റെ ഗേറ്റ് എടുത്ത് ചാടിയ മധ്യവയസ്കനാണ് ഈ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇയാളുടെ കാലിലൂടെ ഗേറ്റിന് മുകളിലെ കമ്പി തുളഞ്ഞു കയറുകയായിരുന്നു. ഈ കമ്പി തുളഞ്ഞു കയറുകയായിരുന്നു. ഈ കമ്പി മുറിച്ച് ഇയാളെ പ്രദേശവാസികളും പോലീസും ചേർന്ന് സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ ഈ തിക്കിലും തിരക്കിലും പെട്ട് വീഴുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയും ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല ഈ ആന എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് അധികം വൈകാതെ തന്നെ ഇതിനെ ശാന്തനാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിലും ഈ ഒരുപാട് ആളുകൾ ഇത് തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഏതാണ്ട് 48ഓളം ആനകൾ പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണിത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ആനയുടെ ചവിട്ടേറ്റ് പാപ്പാൻ മരിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം കൂടി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ഏറ്റവും പുതിയൊരു ദൃശ്യം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ അധിക ദൂരം ആന ഓടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് കൂടുതൽ വാഹനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ നശിപ്പിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. തിരക്കിൽപ്പെട്ട് ഏതാനും സ്ത്രീകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാം തന്നെ കൃത്യമായ ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട്.